നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഇറാനെതിരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ റദ്ദാക്കിയതായി US പ്രസിഡന്റ്. ഇറാനും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും നിർബന്ധിച്ചുകൊണ്ടാണ് തീരുമാനമെന്നും വിശദീകരണം. അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ കൃത്യവും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് സഹായം നൽകുന്ന പ്രാദേശിക രാജ്യങ്ങളും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ട്രംപ് പിന്മാറിയത് സൗദിയുടെ ഇടപെടലിലൂടെയെന്ന് റിപ്പോർട്ട്. മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ആക്രമണ പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആക്രമണം മേഖലയിലാകെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ തകർക്കുമെന്നും സൗദി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ 10 മരണം, 8 പേരെ കാണാനില്ല, 13 പേർ പരിക്കേറ്റ് ചികിത്സയിൽ. 209 ദുരിതാശ്വാസ ക്യാമ്പുകളായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നും നാളെയും മഴ കനക്കും. കൊല്ലവും തിരുവനന്തപുരവും ഒഴികെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ടയിലും വയനാട്ടിലും നാളെ അവധി. കനത്ത മഴ പെയ്തിട്ടും ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമായില്ല. ഇടുക്കിയിൽ സംഭരണശേഷിയുടെ 37.48% മാത്രം. മുല്ലപ്പെരിയാറിൽ 116.7 അടി. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള, കല്ലാർ ഡാമുകൾ തുറന്നു. ഡാമുകളോട് ചേർന്ന ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് യാത്രാ നിരോധനം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം തുടരുന്നു. തെറ്റില്ലെന്ന് മന്ത്രിമാർ. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് PC വിശ്വനാഥ്. പരിഹസിച്ച് CPM. ലഹരിമുക്ത ഇന്ത്യക്കായി കേന്ദ്ര സർക്കാർ. ലഹരി തുടച്ചു നീക്കാൻ യുവാക്കളെ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. അടുത്ത 100 ഞായറാഴ്ചകൾ ആ സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പ് നരേന്ദ്രമോദി. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ലഹരി ഇല്ലാതാക്കണമെന്ന് മോദി. പാകിസ്ഥാനിൽ നിന്നെത്തിയ ലഹരി വസ്തുക്കൾ പിടികൂടി സൈന്യം. 76 കോടിയുടെ ലഹരി പിടികൂടിയത് 4 സംസ്ഥാനങ്ങളിൽ നിന്ന്. കൊച്ചി തീരത്ത് ഒഴിവായത് വൻ അപകടം. രാത്രി എത്തിയ SSL മുംബൈ കണ്ടെയ്നർ ഷിപ്പിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. തീരത്തേക്ക് അടുത്ത കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കിയത് പാഞ്ഞെത്തിയ ടഗ് ബോട്ടുകൾ. ബംഗാളിലെ അറസ്റ്റിലായ തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന യുവാവിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധത്തിനിടെ നുഴഞ്ഞുകയറാൻ പദ്ധതിയിട്ടു. അറസ്റ്റിലായ ഹമീം മുണ്ടലിന് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയം. ഇലോൺ മസ്കിന്റെ ആസ്തിയിൽ വൻ കുറവ്. 1.5 മാസത്തിനിടെ 57.23 ലക്ഷം കോടി രൂപ നഷ്ടം. സ്പേസ് എക്സ് ഓഹരി വില താഴേക്കായത് വിനയായി. ഇറാനെതിരെ വാരാന്ത്യത്തിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ റദ്ദാക്കിയതായി ഡൊണാൾഡ് ട്രംപ്. ഇറാനും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും നിർബന്ധിച്ചതുകൊണ്ടാണ് തീരുമാനം മാറ്റുകയെന്നും വിശദീകരണമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാന രൂപരേഖ അംഗീകരിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ കൃത്യവും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് സഹായം നൽകുന്ന പ്രാദേശിക രാജ്യങ്ങളും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ഈ കരാറുണ്ട് എന്ന് ട്രംപാണ് പറയുന്നത്. ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സ്ഥിരീകരണവും നൽകുന്നില്ല. ട്രംപ് ഇപ്പോൾ സമവായത്തിന്റെ വഴിയിലാണ്. പക്ഷേ ഇറാൻ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുമുണ്ട്. എന്തായാലും ആക്രമണമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. രഞ്ജിത്ത്, അമേരിക്ക ഇറാൻ യുദ്ധം 6ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ ട്രംപിൻ്റെ ഈ പിന്മാറ്റം ലോകരാജ്യങ്ങളെല്ലാം കൗതുകത്തോടെ തന്നെ ഉറ്റുനോക്കുന്നു, അതീവ ഗൗരവത്തോടെയും ഉറ്റുനോക്കുന്നു. എന്തായാലും ട്രംപ് വ്യക്തമാക്കുന്നത് ഒരു ധാരണയിലേക്കുള്ള സാധ്യത തെളിഞ്ഞതുകൊണ്ടാണ് താൻ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്ന് അതുമായി ബന്ധപ്പെട്ടവരെ താൻ ആവശ്യപ്പെടുന്നു എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങളാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്.
അപ്പോൾ ട്രംപിൻ്റെ ഒരു അവകാശവാദം ഇറാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നു, സൗദി, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ധാരണയിലെത്താൻ കഴിയുമെന്നതുകൊണ്ട് താൻ ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നില്ല എന്ന് ട്രംപ് പറയുന്നു. കഴിഞ്ഞിടയ്ക്ക് ശക്തമായൊരു പ്രഹരം ഇറാനെ ഏൽപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ ട്രംപിൻ്റെ വീരവാദം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഏതായാലും അത് ഒരു വലിയ അത്തരമൊരു ഭീഷണി വന്നപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, അതിനെ നിസ്സാരമായി കാണുന്നില്ല എന്നാണ് ഇറാൻ്റെ ഇന്നത്തെ ആക്ടിംഗ് ഡിഫൻസ് മന്ത്രി വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഏതൊരു തരത്തിലുള്ള ഇത്തരം ത്രട്ടുകളെയും ഗൗരവത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നതെന്നാണ്. എന്തായാലും തങ്ങളിങ്ങനെ എന്തെങ്കിലും പിന്മാറണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു ആശയവിനിമയം നടത്തിയതായി ഇറാൻ അംഗീകരിക്കുന്നില്ല. ഏതായാലും കഴിഞ്ഞിടെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി, ഫീൽഡ് മാർഷൽ അസിം മുനീറും, അതുപോലെ തുർക്കിഷ് വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ, അതുപോലെ സൗദിയിലെ ഫൈസൽ ബിൻ ഫർഹാൻ അൽ സ്വാദ് എന്നീ വിദേശകാര്യമന്ത്രിമാരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ യുദ്ധം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ അന്ന് ചർച്ച ചെയ്തിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ എത്തിയതായി ഇപ്പോഴും കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്റർ മജീദ് ഇബൻ റേസ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ഉള്ള ഭീഷണികളെ അത് ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇറാനിൽ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ഏതായാലും ട്രംപിന് മുഖത്ത് മേൽ മറ്റ് ചില സമ്മർദ്ദങ്ങൾ വരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. യുദ്ധം തുടരാൻ അമേരിക്കയ്ക്കും ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അത് ഈ ബാബൽ മന്ദീബിൽ വഴിയുള്ള ഇന്ധനക്കടത്ത് തടയപ്പെടുന്നു. കാരണം ഏതാണ്ട് ആഗോള വിപണിയിൽ 27% എണ്ണ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നതെങ്കിൽ 12% ബാബൽ മന്ദീബ് വഴി വരുന്നു. LNGയിൽ 8% വരുന്നു ബാബൽ മന്ദീബ് വഴി, അതേസമയം 20% ഹോർമുസ് ഇടുക്ക് വഴി വരുന്നു. അങ്ങനെ എണ്ണ വിപണിയുടെ ആ ഗതാഗത രേഖ പൂർണ്ണമായി തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ട്രംപിന് പിന്മാറേണ്ടി വന്നതാകാം എന്ന് കരുതുന്നവരുണ്ട്. അതേസമയം നേരത്തെ ട്രംപിൻ്റെ വിശ്വസ്തരായ ചീഫ് ഓഫ് ജോയിൻറ്റ് സ്റ്റാഫിൻ്റെ ചെയർമാൻ കെയ്നൊക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ ആയുധശേഖരം കുറയുകയാണെന്ന്. ഒരുപക്ഷെ അതാകാം. അതോടൊപ്പം തന്നെ ഈ സൗദിയുടെ ഇടപെടൽ കൊണ്ടാകാം. അങ്ങനെ പല തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ സൽമാൻ രാജകുമാരനുമായി ഉള്ള ഒരു ചർച്ച നടന്നു എന്ന് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സൗദിയുടെ ആവശ്യപ്രകാരമായിരിക്കാം. ഏതായാലും ട്രംപിൻ്റെ സൗദിയുടെ ഇടപെടൽ ഈ യുദ്ധവിരാമത്തിൽ അല്ലെങ്കിൽ ആക്രമണം നിർത്തിവെച്ചതിലുണ്ട് എന്ന് വ്യക്തമാകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കിയത് പാകിസ്ഥാനും തുർക്കിയും ഖത്തറും ഒക്കെ അമേരിക്ക ഇക്കാര്യം ധരിപ്പിച്ചു എന്നാണ് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുന്നു, ആക്രമണങ്ങൾ ശക്തമാകുന്നു, തങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. അമേരിക്ക ഇറാനെതിരെ ഓരോ അടി അടിക്കുമ്പോഴും സൗദിയും ഖത്തറും കുവൈറ്റും ബഹറിനും ഒക്കെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഓയിൽ റിഫൈനറികൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നിർത്തിവെക്കണമെന്നുള്ള ആവശ്യം അതുകൊണ്ട് തന്നെയാണ് അത് ശക്തമായി സൗദി അമേരിക്കയ്ക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. അതെ, സ്വാഭാവികമായും സൽമാൻ രാജകുമാരൻ ഈ വിഷയം ചർച്ച ചെയ്തു എന്ന ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സൗദിയുടെ അല്ലെങ്കിൽ മധ്യേഷ്യയിലെ രാജ്യങ്ങളുടെ ഒരാവശ്യം മാത്രമല്ല, ട്രംപിന് പുറത്ത് ചില സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടാകണം. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നു എന്നത് അത് 1/3 കുറഞ്ഞു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. JD വാൻസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സംയുക്ത സൈനിക മേധാവി ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ സാമ്പത്തികമായ ഒരു വശം അവിടെ നിൽക്കുന്നു. മറ്റൊന്ന് സൈനികമായ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നു എന്നത് മറുവശത്ത് നിൽക്കുന്നു. ആഗോള രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങളോടൊപ്പം തന്നെ സൗദി രാജകുമാരൻ്റെ അപേക്ഷയും കൂടി ആയതായിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ ഇരുത്തി ചിന്തിപ്പിച്ചത്. ഇതിൽ ഇസ്രായേലിൻ്റെ ഒരു പ്രതികരണം നമ്മൾ ഉറ്റുനോക്കുന്നു. ഇസ്രായേൽ എന്താണ് ഒരു നിലപാടെടുക്കുക? ഇസ്രായേൽ സഹകരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. സ്വാഭാവികമായും അത് നമുക്ക് ആദ്യഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കാം. പക്ഷേ എത്ര നാൾ ട്രംപ് ഇങ്ങനെ അടങ്ങിയിരിക്കും എന്ന്? കാരണം ട്രംപ് 2 കാര്യങ്ങൾ തറപ്പിച്ച് പറയുന്നു. ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു കൊടുക്കാനും അതിൽ കപ്പൽ ഗതാഗതം എളുപ്പത്തിൽ അനുവദിക്കാനും ഒക്കെയുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇറാൻ സമ്പൂർണ്ണ ആണവ ആയുധ
ആയുധീകരണത്തിലേക്ക് തങ്ങൾ സമ്മതിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇറാൻ അംഗീകരിച്ചിട്ടുള്ളതാണോ, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെയൊക്കെ സംബന്ധിച്ച് ലോകം ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട വിവരം മനോഭരം നൽകുന്നത്. അങ്ങനെ തൽക്കാലത്തേക്ക് ആക്രമണം, ഈ വാരാന്ത്യത്തിലൊക്കെ അതിശക്തമായ ആക്രമണം അമേരിക്ക നടത്താനിരുന്നതാണ്, അത് നിർത്തിവെക്കുകയാണെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. മറ്റു വാർത്ത പുറത്തു വരുന്നത് $1,00,000 വരെ മാസ വരിസംഖ്യ നൽകിയാൽ ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾ മുൻകൂട്ടി ലഭിക്കും എന്നുള്ള വിവരങ്ങൾ ചില അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അധികാര ദുരുപയോഗമാണെന്നും കോടികളുടെ അഴിമതി എന്നുമാണ് ട്രംപിന്റെ എതിരാളികൾ ഇതുമായി ബന്ധപ്പെട്ട് വിമർശിക്കുന്നത്. US സെനറ്റർമാർ അന്വേഷണം ആവശ്യപ്പെട്ട് വന്ന ഒരു പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ട ഒന്നാണ്. പുതിയ പണമടച്ചുള്ള, അതായത് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾ നേരത്തെ ലഭിക്കുന്നതിനായി പുതിയ പണമടച്ചുള്ള ഡേറ്റാ സേവനം ആരംഭിച്ചതോടെയാണ് അമേരിക്കയിൽ ഇത് വലിയ വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുന്നത്. തന്റെ സ്ഥാനം ഉപയോഗിച്ച് വ്യക്തിപരമായ നേട്ടമുണ്ടാക്കുന്ന അഴിമതിയായാണ് ഇതിനെ എതിരാളികൾ വിശേഷിപ്പിക്കുന്നത്. ട്രംപിന്റെയും മറ്റ് പ്രമുഖരുടെ അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റുകൾ തത്സമയം അതിവേഗം ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുന്ന പുതിയ സബ്സ്ക്രിപ്ഷൻ സേവനത്തിന് ഇന്നലെയാണ് ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് ഔദ്യോഗികമായി തുടക്കമിട്ടത്. ട്രൂത്ത് API എന്ന് വിളിക്കുന്ന ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് വഴി വിപണിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് പോസ്റ്റുകളാണ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലൈവായി ലഭ്യമാകുമെന്നുള്ളതാണ്. മനു, നമുക്കറിയാം ട്രംപ് വലിയൊരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന് ബിസിനസ്സിൽ ആയുധ കച്ചവടവുമായി ബന്ധപ്പെട്ടും ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഇത്തരം ഒരു പുതിയ സംവിധാനം, ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ല, ഒരു രാജ്യത്തിൻ്റെയും മേധാവി ചെയ്യാത്ത തരത്തിലുള്ള വിചിത്രമായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ട്രംപ്. അതെ രഞ്ജിത്ത്, ട്രംപിൻ്റെ ഒരു വാക്കുകൾ, ഓരോ സമയത്തുള്ള പ്രതികരണങ്ങൾ നമുക്കത് ചിലപ്പോൾ കൗതുകരമായി തോന്നാം, ചിലപ്പോൾ ഭ്രാന്തനാശയങ്ങളൊക്കെ ആയി തോന്നാം. പക്ഷേ ഈ ട്രംപിൻ്റെ ഈ ഓരോ പ്രതികരണവും വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഒന്ന്, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ ബാധിക്കുന്നു, അതുപോലെ തന്നെ കമ്മോഡിറ്റീസിൻ്റെ ട്രേഡിനെ ബാധിക്കുന്നുണ്ട്, കറൻസി എക്സ്ചേഞ്ചുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഡോളറിൻ്റെ വില നിർണ്ണയിക്കുന്നതിന്, അല്ലെങ്കിൽ ഓരോ വിപണിയിൽ വരുന്ന കമ്മോഡിറ്റീസിൻ്റെ വിലയെ ബാധിക്കുന്നതിന്, അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ പ്രധാന കമ്പനികളുടെ ഓഹരി വിപണിയെ ബാധിക്കുന്നതിന് ഒക്കെ ട്രംപിൻ്റെ വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ബിസിനസ് സാധ്യതയായി ട്രംപ് കാണുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രീമിയം ഡാറ്റ സർവീസ് ട്രംപ് നൽകുകയാണ്. അപ്പോൾ ഇത്തരം തനിക്ക് പ്രത്യേക പണം നൽകി, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് പ്രത്യേക പണം നൽകുന്ന, അതിന് വരിസംഖ്യ നൽകുന്ന ആളുകൾക്ക് താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പോകുന്ന കുറിപ്പുകൾ മുൻകൂട്ടി നൽകുക. അപ്പോൾ ചില വലിയ ഇത്തരം സ്റ്റോക്ക് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു മൈക്രോ സെക്കൻഡ് പോലും വളരെ നിർണായകമാണ്. അപ്പോൾ ഒരു മൈക്രോ സെക്കൻഡിന് മുന്നോ അല്ലെങ്കിൽ ഒരു സെക്കൻഡിന് മുന്നൊക്കെ ഇത്തരം ഈ വിവരങ്ങൾ ലഭിക്കുന്നത് അവർക്ക് വിപണിയിൽ വലിയ ഇടപെടൽ നടത്താൻ അവരെ സഹായിക്കും. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അപ്പോൾ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഒരു വലിയ മേഖലയെ അത് ബാധിച്ചേക്കാം എന്ന ഒരു സന്ദേശം പെട്ടെന്ന് മനസ്സിലാക്കാനും ആ മേഖലയിലുള്ള സ്റ്റോക്കുകൾ അതിവേഗം വിറ്റഴിക്കാൻ അവർക്ക് കഴിയും. അല്ലെങ്കിൽ ആ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാൻ, ഒരുപക്ഷെ നേട്ടമുണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാൻ കഴിയും. അങ്ങനെ ട്രംപിൻ്റെ പ്രതികരണം എന്താണ്, ട്രംപ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിയുക എന്നുള്ളതാണ് ഈ സർവീസ് വഴി ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത്. ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പാണ് ഇത്തരത്തിൽ ഒരു ട്രൂത്ത് API എന്ന ഒരു സംവിധാനം പുറത്തു കൊണ്ടുവരുന്നത്. ഇത് $1,00,000 എന്ന വലിയ തുകയാണ് ഇതിന് ചെലവഴിക്കുന്നത്. ഏതായാലും ഒരു ഔദ്യോഗിക പദവി ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് തൻ്റെ സ്വകാര്യ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ സ്വയം പണമുണ്ടാക്കാനൊക്കെയായി ട്രംപ് ഈ പ്രവർത്തികൾ ചെയ്യുന്നതിനെതിരെ വലിയ തോതിൽ അവിടെ ഡെമോക്രാറ്റുകൾ അമേരിക്കയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഒരു അധികാര ദുർവിനിയോഗമാണ് എന്ന് അവർ പറയുന്നുണ്ട്. സ്വകാര്യ ബിസിനസ് താൽപ്പര്യങ്ങളെ ഈ ഔദ്യോഗിക പദവികളുമായി കൂട്ടിക്കുഴയ്ക്കുന്ന ട്രംപിൻ്റെ രീതി അമേരിക്കയിൽ മുൻകാലത്ത് കേട്ടുകേൾവിയില്ലാത്തതാണ് എന്ന് അവർ പറയുന്നു. മാത്രമല്ല, ഈ ട്രംപിൻ്റെ താരിഫുകളെ പറ്റിയുള്ള, അല്ലെങ്കിൽ ഫോറിൻ പോളിസിയെ പറ്റിയുള്ള, വിദേശകാര്യ നയത്തെപ്പറ്റി, അല്ലെങ്കിൽ മിലിറ്ററി എന്ന് പറയുന്ന സൈനിക നടപടികളെപ്പറ്റി, കോർപ്പറേറ്റ് എൻഡോഴ്സ്മെൻറ്റുകളെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി ആളുകൾക്ക് നൽകി അതുവഴി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഇത് ഒരു ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് വലിയ നേട്ടമാകും. അവർക്ക് മില്ലി സെക്കൻഡുകളൊക്കെ
വിവരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രേഡിങ്ങിൽ നമുക്കറിയാം അത് പെട്ടെന്ന് തീരുമാനമെടുക്കാനും ഓഹരികൾ വാങ്ങിക്കൂട്ടാനും വിറ്റഴിക്കാനും ഒക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സെക്കൻഡ് മുന്നേ ഈ ട്രംപിൻ്റെ വിവരങ്ങൾ കിട്ടുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അത് ഒരു വശത്ത് അതിനുവേണ്ടി മത്സരിക്കുന്ന ധനകാര്യ ഇത്തരം ട്രേഡിംഗ് സ്ഥാപനങ്ങൾ അത് ഉറ്റുനോക്കുന്നു. പക്ഷേ അത് അമേരിക്കയുടെ പൊതുജനത, ഡെമോക്രാറ്റുകൾ, രാഷ്ട്രീയ നേതൃത്വമൊക്കെ അതിനെ വിമർശനാത്മകമായാണ് കാണുന്നത്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ട്രംപിന്റെ ഓരോ വിചിത്ര വഴികളെക്കുറിച്ചാണ് മനു സംസാരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ 10 മരണം, 8 പേരെ കാണാനില്ല, 13 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ ക്യാമ്പുകൾ. ഇന്നലെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് ആശ്വാസകരമാണ്. 2 ജില്ലകളിൽ ഇതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും കണ്ണൂരിലുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നന്ദന വിവരങ്ങളുമായി ചേരും. നന്ദന, ഇന്നലെ നമ്മൾ കണ്ട അതിശക്തമായ മഴയുണ്ട്. അത് ഇന്നിപ്പോൾ മഴ പെയ്തിട്ടില്ല എങ്കിൽ പോലും മിക്ക ജില്ലകളിലും പെയ്ത മഴയുടെ കെടുതി, ദുരിതം ജനം അനുഭവിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, സംസ്ഥാനത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് വളരെ ആശ്വാസകരം തന്നെയാണ്. എന്നാലും മഴക്കെടുതികളിൽ കുറവൊന്നുമില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തെക്കൻ ജില്ലകളിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാലും പലയിടങ്ങളിലും മഴ വിട്ടുവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എറണാകുളം ജില്ലയിൽ കിഴക്കൻ മേഖലകളിലും മഴയ്ക്ക് ശമനമുണ്ട്. ജില്ലകളിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 160 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും കാളിയാറും പൂയംകുട്ടിപ്പുഴയും ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. പെരിയാറിലെ ജലനിരപ്പ് 3 അടിയോളം ഉയർന്നു. ആലുവ, മണപ്പുറവും ശിവക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ചെല്ലാനം, കണ്ണമാലി തീരപ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കനത്ത മഴയെ തുടർന്ന് പമ്പ, അച്ചൻകോവിൽ, മണിമലയാറുകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ അപ്പർ കുട്ടനാടും തീരദേശ മേഖലകളും കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അമ്പലപ്പുഴയിൽ 6 വീടുകൾ ഭാഗികമായി തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ഇടുക്കി ജില്ലയിൽ ശക്തി കുറഞ്ഞ മഴ തുടർച്ചയായി പെയ്യുന്നു. പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ തുടങ്ങിയ നദികളിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി തടസ്സം ഭാഗികമായുണ്ട്. അത് ഇതുവരെയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ജില്ലയിൽ ആകെ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 28 കുട്ടികൾ ഉൾപ്പെടെ ആകെ 132 പേർ ഇടുക്കി ജില്ലയിൽ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഇപ്പോൾ ഉണ്ട്. വയനാട് ജില്ലയിൽ അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. അതിതീവ്ര മഴയെ തുടർന്ന് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം കർശന മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള പ്രധാന ചുരങ്ങളിലും മലയോര പാതകളിലും രാത്രികാല യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പൂർണ്ണ വിലക്കും ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കനത്ത മഴയ്ക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ദുരിതം തുടരുക തന്നെയാണ്. അതേസമയം പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലുകളിൽ വലിയ നാശനഷ്ടമാണ് കിഴക്കൻ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ്. പാലക്കാടിൻ്റെ കാര്യമെടുത്താൽ പാലക്കാട് ജില്ലയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടിയിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലെ കൂറ്റൻ മരം കടപുഴകി വീണു. വനംവകുപ്പിൻ്റെ ജീപ്പ് ഷെഡും ജീപ്പും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. എങ്കിലും ഒറ്റപ്പാലം, മീറ്റന്ന, തടയണ, മാടന്നൂർ, ഉരുക്ക് തടയണ, ഷൊർണൂർ തടയണ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യവും നിലവിലുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പലയിടത്തും പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചുരുക്കത്തിൽ സംസ്ഥാനത്തെ കാര്യമെടുത്താൽ ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്നതിനാൽ അല്പം ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ മഴ ഇനിയും കടുക്കുകയാണെങ്കിൽ മഴക്കെടുതികളുടെ കാര്യങ്ങളിൽ ഇനിയും രൂക്ഷമാകുമോ എന്നുള്ളൊരു പേടിയും നിലവിലുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. കണ്ണൂരിലും പത്തനംതിട്ടയിലും നന്ദന, കണ്ണൂരിലും പത്തനംതിട്ടയിലുമാണ് ഇപ്പോൾ കാര്യമായ നാളത്തെ മുന്നറിയിപ്പ് പ്രകാരം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്കൂളുകൾക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
2 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. ഈ മേഖലകളിൽ നേരത്തെ പറഞ്ഞ പോലെ ദുരിതം ഇപ്പോഴും തുടരുന്നുണ്ട്. മഴയുടെ ഒരു പ്രവചനം എങ്ങനെയാണ്? നാളെയും മഴ തുടരും എന്നാണോ? കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഴ തുടരുന്നൊരു കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിൽ നാളെയും മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ ഇവിടെ അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവർ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിലുള്ളവരൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നാളെ എന്തായാലും ഈ 2 ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് മഴ തുടരും. മഴ വരുത്തിവെച്ച ദുരിതങ്ങൾ പല ജില്ലകളിലും തുടരുകയാണ്. പല മേഖലകളിലും ഇപ്പോൾ വലിയ വെള്ളക്കെട്ടുണ്ട്. ആറന്മുളയിലൊക്കെ വലിയ വ്യാപാരികളൊക്കെ വലിയ നാശനഷ്ടം നേരിട്ടൊരു പശ്ചാത്തലമൊക്കെയുണ്ട്. അപ്രതീക്ഷിതമായി പെയ്ത മഴയുടെ കെടുതികൾ സംസ്ഥാനം ഇപ്പോഴും അനുഭവിച്ചു വരികയാണ്. നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറം മക്കരപ്പറമ്പിൽ കാർ വെള്ളത്തിലേക്ക് മറിഞ്ഞു. മക്കരപ്പറമ്പ് കുറുവാപ്പാടത്ത് വെച്ചാണ് കാർ ഒഴുക്കിൽപ്പെട്ടത്. വാഹനം ഓടിച്ച ചാപ്പനങ്ങാടി സ്വദേശി കാറിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. തെങ്ങിൻ പട്ട വീണ് തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തോട് നീന്തിക്കടന്ന് KSEB ജീവനക്കാരൻ. കനത്ത മഴയിൽ അങ്ങാടിപ്പുറം സെക്ഷൻ പരിധിയിൽ വരുന്ന ചാത്തോലിക്കുണ്ട് ഭാഗത്തേക്കുള്ള വൈദ്യുതി ലൈനിലാണ് തെങ്ങിൻ പട്ട വീണത്. KSEB ജീവനക്കാരനായ റഫീഖ് നിറഞ്ഞൊഴുകുന്ന തോട് നീന്തിക്കയറി വൈദ്യുതി കമ്പിയിലെ തെങ്ങിൻ പട്ട മാറ്റുകയായിരുന്നു. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അതിസാഹസികമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാരനെ കുറിച്ച്. കോഴിക്കോട്ട് കുറ്റിക്കാട്ടൂർ കണിയാത്തുപാലത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞു. പാലത്തിനോട് ചേർന്ന് മരക്കൊമ്പിൽ പിടിച്ച് ഡ്രൈവർ ജോഷി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. നാട്ടുകാരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷ പുറത്തെടുത്തു. പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഓട്ടോറിക്ഷ. അതിനുശേഷമാണ് ഓട്ടോറിക്ഷ പുറത്തെടുക്കാൻ ആയത്. കാസർഗോഡ് വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള നിയന്ത്രണങ്ങൾ തെറ്റിച്ച് യുവാക്കൾ. കൊന്തക്കോട് അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയ യുവാക്കളെ റവന്യൂ അധികൃതർ മടക്കി അയച്ചു. 12 മണിയോടെയാണ് ഒരു സംഘം യുവാക്കൾ വെള്ളച്ചാട്ട പരിസരത്തേക്ക് എത്തിയത്. സംസ്ഥാന അതിർത്തിയോട് ചേർന്നൊഴുകുന്ന കോടയൂർ നദിയിൽ വീണ്ടും മുതലയുടെ സാന്നിധ്യം. മുതലയെ പിടികൂടാൻ തമിഴ്നാട് വനംവകുപ്പ് മുൻപ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. വേനൽക്കാലത്ത് ഉൾപ്പെടെ നിരവധി ആൾക്കാർ ആശ്രയിക്കുന്ന നദിയാണിത്. അടിയന്തരമായി മുതലയെ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇനിയുള്ളത്. ഇലോൺ മസ്കിന്റെ ആസ്തി വലിയ തോതിൽ കുറഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം വ്യക്തിഗത ആസ്തി ഇലോൺ മസ്കിൻ്റേത് കുതിച്ചു കയറിയിരുന്നു. ജൂൺ 16-ന് ഇത് 1.33 ലക്ഷം കോടി ഡോളർ, അതായത് 126 ലക്ഷം കോടി രൂപ വരെയായി ഉയർന്നു. എന്നാൽ ആദ്യ തരംഗം തീർന്നതോടെ സ്പേസ് എക്സ് ഓഹരി വിപണി ദിവസം തോറും താഴേക്ക് പോയി. ജൂൺ 16-ന് 201.8 ഡോളർ വരെ എത്തിയ ഓഹരിക്ക് ഇപ്പോൾ കേവലം 108.37 ഡോളർ മാത്രമാണ് വില. 46% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ മസ്കിൻ്റെ മസ്കിൻ്റെ സമ്പാദ്യത്തിലും വലിയ കുറവ് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആസ്തിയുടെ വളർച്ച താഴേക്കായി. ശതകോടീശ്വര പട്ടികയിലെ പുതിയ കണക്കനുസരിച്ച് 68,400 കോടി ഡോളർ, അതായത് 65.24 ലക്ഷം കോടി രൂപ മാത്രമാണ് മസ്കിൻ്റെ ആസ്തി. 1.33 ലക്ഷത്തിൽ നിന്നാണ് 65.24 ലക്ഷം കോടിയിലേക്ക് മസ്ക് താന്നിരിക്കുന്നത്. 1.5 മാസത്തിനിടെ 60,000 കോടി ഡോളറിൻ്റെ 57.23 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ്. എങ്കിലും ശതകോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്ക് ഇപ്പോഴും ബഹുദൂരം മുന്നിലാണ്. രണ്ടാമതുള്ള ഗൂഗിളിൻ്റെ ലാറി പേജിൻ്റെ ആസ്തിയുടെ ഇരട്ടിയിലധികം ആണ് മസ്കിൻ്റെ ആസ്തി. 30,500 കോടി ഡോളർ മാത്രമാണ് ലാറിയുടെ ആസ്തി എന്നാണ് പ്രധാനം. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ചുവെന്ന കേസിൽ പ്രതിയായ
പെൺകുട്ടിയുടെ അമ്മ പ്രതികരണവുമായി രംഗത്ത്. മകളോട് ക്ഷമിച്ച പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ നോയിഡയിലെ ഈ കൗമാരക്കാരുടെ അമ്മ മോദിയുടെ പ്രവൃത്തി മകൾക്ക് പുതുജീവൻ നൽകിയെന്നും വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രി മോദി ഈ രാജ്യത്തിൻ്റെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ഒന്നുമല്ല. തന്നെ ഇത്രയധികം വേദനിപ്പിച്ച പെൺകുട്ടിയോട് ക്ഷമിച്ച അദ്ദേഹം വളരെ മാന്യമായി കൈകാര്യം ചെയ്തു എന്നാണ് പറഞ്ഞത്. കൂപ്പുകൈകളോടെ ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ മകളുടെ ജന്മദിനമാണ്. അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം പ്രധാനമന്ത്രി മോദിയിൽ നിന്നാണ്. അദ്ദേഹം അവൾക്ക് പുതുജീവൻ നൽകി എന്നാണ് അമ്മയുടെ വാക്കുകൾ. എൻ്റെ മകൾക്ക് ഇന്നൊരു പുതിയ ജീവിതം ലഭിച്ചു എന്നാണ് അവർ വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നത്. മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കണമെന്നും മകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും അമ്മ മോദിയോട് അഭ്യർത്ഥിച്ചു. വലിയ സൈബർ ആക്രമണത്തിലാണ് കുടുംബം ഇരയാകുന്നതെന്നും പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിരോധിക്കണമെന്നും പെൺകുട്ടിയുടെ മാതാവ് പ്രധാനമന്ത്രി മോദിയോട് അഭ്യർത്ഥിച്ചു. ഇതിനെ മോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിന് കേസെടുത്ത പെൺകുട്ടി മാപ്പ് പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മാപ്പ് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. രാജ്യത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആ സ്ഥലത്ത് വെച്ച് ചിലരുടെ സ്വാധീനത്തിൽപ്പെട്ടാണ് മോശം വാക്കുകൾ പറഞ്ഞത് എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഏതായാലും രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവത്തിന് പിന്നാലെയാണ് പെൺകുട്ടിയും അമ്മയും രംഗത്ത് വരുന്നത്. പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാന്യമായി വസ്ത്രം ധരിച്ചു വരണമെന്ന് നടി തസ്നി ഖാൻ. പുതുമുഖ നടി ഐശ്വര്യ ചന്ദ്രനെതിരെയാണ് തസ്നി ഖാന്റെ വിമർശനം. മുഖ്യമന്ത്രി വി ഡി സതീശിനൊപ്പം ഫോട്ടോ എടുക്കുന്ന വീഡിയോയിലാണ് തസ്നി ഖാൻ തന്റെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തിയത്. ഐശ്വര്യയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ടാണ് തസ്നി ഖാന്റെ കമന്റ്. ഒരു പ്രധാനപ്പെട്ട സദസ്സിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് വരണമെന്നാണ് അവർ പറയുന്നത്. ഈ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ വരുന്ന ചടങ്ങിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് വരിക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യത കൂടിയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകൾ തസ്നീഖാന്റെ താഴെ ലൈക്കുകളും കമൻറ്റുകളും മറ്റും എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിലാണ് നടി ഐശ്വര്യ ചന്ദ്രൻ മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്തത്. ഏതായാലും ജോജു ജോർജിൻ്റെ പുതിയ സിനിമയിലെ നായികയാണ് ഐശ്വര്യ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,220, പവന് 1,05,760. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,860, പവന് 86,880. വെള്ളി ഗ്രാമിന് 235, കിലോയ്ക്ക് 2,35,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. അപ്പോൾ ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.